വാർത്തകൾ വിശദമായി നോക്കാം. ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ യാത്രയിൽ ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ ഇന്ന് പങ്കെടുക്കും. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ യാത്ര തിരിച്ച EP 12 മണിയോടെ തൃശ്ശൂരിലെത്തും. പ്രതിരോധ യാത്ര തുടങ്ങി 13ാം ദിവസമാണ് EP ജയരാജൻ പങ്കെടുക്കുന്നത്. രാവിലെ തിരുവനന്തപുരത്തു നിന്നും യാത്ര തിരിക്കും മുമ്പ് EP ജയരാജൻ മാധ്യമങ്ങളെ കണ്ടു. താൻ എപ്പോഴും യാത്ര ചെയ്യാറുണ്ടെന്നും വാർത്തകൾ ഉണ്ടാക്കാനും ഇല്ലാതാക്കാനും മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നും EP ജയരാജൻ പറഞ്ഞു. എന്റെ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി പറയുന്നതൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ തിരിച്ചോ? ഞാൻ എപ്പോഴും സജീവമുണ്ടല്ലോ. ഞാനിപ്പോൾ യാത്രയിലാണല്ലോ. ഇവിടെ വന്നത് ഇതിൽ വന്നതിൽ യാത്രയിലാണല്ലോ. ഞാൻ കേരളത്തിലെ പല ഭാഗങ്ങളിൽ പോവുകയും പരിപാടികളിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയൊരു നിങ്ങളുടെ ഈ ഉന്നയിക്കുന്ന പ്രശ്നം തന്നെ പ്രസക്തിയുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വാർത്തയുണ്ടാക്കാൻ നല്ല മാധ്യമപ്രവർത്തകരായതുകൊണ്ട് നിങ്ങൾ EMS പറയും പോലെ സൽബുദ്ധികളും കുബുദ്ധികളും അതുകൊണ്ട് വാർത്ത ഉണ്ടാക്കാനും ഇല്ലായ്മ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. പക്ഷെ നിങ്ങളോടൊന്നേ എനിക്ക് പറയുള്ളൂ, മാധ്യമ ധർമ്മം പാലിക്കണം. അവരെൻ്റെ ഫോണിൽ ബന്ധപ്പെടാറുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾ ഞങ്ങളുമായി സഹകരിക്കണം. അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമറാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നെ വിഷമിച്ചതിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. നിങ്ങൾക്കുണ്ടായിട്ടുള്ള വിഷമത്തിന് ഞങ്ങൾക്ക് ദുഃഖമുണ്ട്. അതുകൊണ്ട് ഇത് പരിഹരിക്കണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെടാറുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാട് എന്താണെന്ന് നിങ്ങൾ എന്നെ അറിയിക്കും. ഞാൻ എൻ്റെ നിലപാട് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കും. അതിനുശേഷം ആവശ്യമായ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാം. അവർ അതിൻ്റെ ചീഫ് മാനേജർ തന്നെ വിളിച്ചിരുന്നു. നമ്മുടെ റീജിയണൽ മാനേജർ, അദ്ദേഹം ഒരു മലയാളിയാണ്, ഇവിടെ ബോംബെയിലാണ്. അദ്ദേഹം പറഞ്ഞു അവരുടെ ലെറ്റർ വരുന്നതിനനുസരിച്ച് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാവുന്നതാണ്. കത്ത് വരട്ടെ എന്നിട്ട്. ഇൻഡിഗോ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടും EP ജയരാജൻ പ്രതികരിച്ചു. വിമാന കമ്പനി ചീഫ് മാനേജർ തന്നെ വിളിച്ച് ഖേദം പ്രകടിപ്പിച്ചെന്നും എന്നാൽ രേഖാമൂല്യം അക്കാര്യം അറിയിക്കട്ടെ എന്നുമാണ് EP ജയരാജന്റെ പ്രതികരണം. ഐശ്വര്യ അനിൽ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഐശ്വര്യ, EP ജയരാജൻ നേരത്തെയും ഈ ഇൻഡിഗോ കമ്പനി തന്നോട് ക്ഷമാപണം നടത്തിയതായി പറഞ്ഞിരുന്നു. അത് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു. പക്ഷേ എഴുതിത്തരട്ടെ എന്നാണ് അന്നും അദ്ദേഹം പറഞ്ഞത്. ഇന്നും അതുതന്നെ പറയുന്നു. എന്താണ് EP ജയരാജൻ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? ഈ പരാതിയുമായി ബന്ധപ്പെട്ട് ഈ ക്ഷമാപണം നേരിട്ട് എഴുതി കൊടുക്കാൻ ഇൻഡിഗോ തയ്യാറാകുമോ? മനു, ഈ ഇൻഡിഗോ കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം, അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു വിവാദത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഉണ്ടായിരുന്നു വിമാനത്തിനകത്ത്. അതിൽ ഉണ്ടായ നടപടി, EP ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടിയിലാണ് ഇത്തരത്തിൽ ഇൻഡിഗോയുടെ ഭാഗത്ത് നിന്ന് ഈ വിമാനത്തിൽ താൽക്കാലിക വിലക്കേർപ്പെടുത്തുന്ന അടക്കമുള്ള ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ എന്തായാലും ഇൻഡിഗോ വിമാന കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ക്ഷമാപണം അടക്കമുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇൻഡിഗോ കമ്പനിയുടെ ചീഫ് മാനേജർ അടക്കം തന്നെ നേരിട്ട് വിളിച്ച് സംസാരിച്ചു എന്നാണ് ഇന്ന് രാവിലെയും EP ജയരാജൻ പറഞ്ഞത്. ഇന്നും അദ്ദേഹം ഈ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കാനായി തൃശ്ശൂരിലേക്ക് പോയത് ട്രെയിൻ മാർഗമാണ്. അപ്പോൾ ഈ വിമാനയാത്രയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ഇൻഡിഗോ വിമാന കമ്പനിയിൽ നിന്ന് നേരിട്ട് അവർ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ചീഫ് മാനേജർ അടക്കം തന്നെ നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, ഖേദം പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ താൻ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. കാരണം ഇതിൽ മറ്റ് ജനകീയ പ്രതിരോധ യാത്രയെ സംബന്ധിച്ചുള്ള വാർത്തയാണ് കൂടുതൽ പ്രധാനപ്പെട്ടത്. EP ജയരാജൻ ഇതിൽ പങ്കെടുക്കുന്നില്ല. പ്രത്യേകിച്ച് യാത്ര മട്ടന്നൂർ വഴി പോയി കണ്ണൂരിൽ കടന്നു. എന്നിട്ടൊന്നും EP ജയരാജൻ അതിൽ പങ്കെടുത്തില്ല. ഇപ്പോൾ EP ജയരാജൻ യാത്രയിൽ പങ്കെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നു. എന്ത് രാഷ്ട്രീയ സൂചനയാണ് അദ്ദേഹം അതുവഴി നൽകുന്നത്? എന്തൊക്കെയാണ് അത് സംബന്ധിച്ച് അദ്ദേഹം വിശദമാക്കിയത്?
മനു, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ഈ ജനകീയ പ്രതിരോധ ജാഥയിൽ LDF കൺവീനർ EP ജയരാജൻ കണ്ണൂർ ജില്ലയിലടക്കം പങ്കെടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം ന്യൂസ് 18 കേരളയ്ക്ക് നൽകിയ അഭിമുഖത്തിലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം തൃശൂരിൽ ഈ ജാഥയിൽ പങ്കെടുക്കും എന്നുള്ള സൂചനകൾ വരുന്നത്. പക്ഷെ അപ്പോഴും അദ്ദേഹം അവിടെ എന്തു പറയും, ഒപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഈ ജാഥയുടെ ഭാഗമാകുമോ, ഒപ്പം വരുന്ന ദിവസങ്ങളിൽ CPM-ന്റെ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷെ അപ്പോഴും ഈ കഴിഞ്ഞ ദിവസം, അതായത് ഈ റിസോർട്ട് വിവാദം നേരത്തെ തന്നെ പാർട്ടിയിൽ സംസാരിച്ചത് ഒത്തുതീർപ്പാക്കിയതാണ്. വീണ്ടും ആ വിവാദം ഉയർന്നു വന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നുള്ള ഒരു പരാതി, അതിലൊരു അതൃപ്തി EP ജയരാജനുണ്ട്. അതുതന്നെയാണ് വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു അതൃപ്തി ഉണ്ടാകുമ്പോൾ അത് പാർട്ടിയെ അറിയിച്ചിട്ടുണ്ട്. പാർട്ടിയിൽ നിന്നൊരു അന്വേഷണം വേണമെന്നുള്ള ആവശ്യവും പാർട്ടിക്കുള്ളിൽ EP ജയരാജൻ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആവശ്യം പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതിൽ വ്യക്തമായ ഒരു അതൃപ്തി പ്രകടമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രതിരോധ ജാഥയിൽ പങ്കെടുക്കുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു അദ്ദേഹത്തിന് മുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടായി എന്ന് കരുതാനാകുമോ ഈ യാത്രയിൽ പങ്കെടുക്കാൻ? കാരണം ഈ യാത്ര തുടങ്ങി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇത്രയും ദിവസങ്ങൾക്ക് പിന്നിട്ടതിന് ശേഷം അദ്ദേഹം ഈ യാത്രയുടെ ഭാഗമാകുമ്പോൾ കനത്ത സമ്മർദ്ദം അദ്ദേഹത്തിന് പാർട്ടിക്കകത്തു നിന്നുണ്ടായി എന്ന് കരുതാനാകുമോ? തീർച്ചയായും മനു, ഒരു രാഷ്ട്രീയ സമ്മർദ്ദം അതിലുണ്ട് എന്ന് തന്നെ ഇതിൽ നിന്ന് അത്തരത്തിലുള്ള സൂചനകളാണ് നമുക്ക് ലഭ്യമാകുന്നത്. കാരണം സ്വാഭാവികമായും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ഒരു ജാഥയിൽ LDF കൺവീനർ, പ്രത്യേകിച്ച് അത് കണ്ണൂരിൽ നിന്ന് കടന്നു പോകുമ്പോൾ പോലും LDF കൺവീനറായ EP ജയരാജൻ പങ്കെടുക്കാത്തതിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ CPM പ്രതിരോധത്തിലാവുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ തൃശൂരിൽ ആ ജാഥയിൽ പങ്കെടുക്കാനായി EP ജയരാജൻ പോകുന്നത്. തന്റെ അതൃപ്തി പല ഘട്ടങ്ങളിലും വ്യക്തം